ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ തോർ ഹാമറും പിന്നെ പെന്നിവേഴ്സ് കേവും ഒന്ന് കാണാൻ വേണ്ടി പോവാം. പെന്നിവേഴ്സ് കേവിന്റെ ശരിക്കുള്ള സ്ഥലം അറിയത്തില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് പോവാം. ഇതിനു മുമ്പ് ഇന്ന് നമ്മുടെ കൂടെയുള്ള TK ഷായാൻ ബ്രോയും പിന്നെ വണ്ടി കയറാനുള്ള സ്വിച്ച് കിട്ടുന്നില്ല കേട്ടോ, പിന്നെ നമ്മുടെ എറർ ബോയുമാണ്. എറർ ബോയ് ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് പറയാ, എറർ ബോയ് ചേട്ടാ ഞാൻ ഒരിക്കലും ഈ തോർ ഹാമർ പറ്റില്ല, എന്നെ ഒന്ന് കൊണ്ടുപോകാന്ന് ചോദിച്ചു. അപ്പം നമ്മൾ അവനെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒന്ന് മെയിലിൽ പോകുന്നത്. അപ്പൊ നമുക്ക് തോർ ഹാമർ പോകുന്ന വഴി എത്തിക്കഴിഞ്ഞിട്ട് കാണാം. A few moments later. അപ്പൊ ഗൈസ്, നമ്മൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇതിനു മുമ്പേ തോർ ഹാമർ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയായിട്ടാണ് നമ്മൾ തോർ ഹാമർ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ തോർ ഹാമർ വരുന്നത്. ഇവിടുന്ന് ഒരു കട്ട് എടുക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വണ്ടി M5 ആണ് കേട്ടോ. M5 ഇന്ന് ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം ഈ വഴിയാണ് നമ്മൾ തോർ ഹാമർ പോകുന്നത്. ബാക്കി നമ്മുടെ ചെക്കന്മാർ വരുന്നുണ്ട്. ഇവനെന്നെ പരിപാടി കാണിക്കുന്നത്. ഓഫ്, കല്ലൊക്കെ റോട്ടിയിരിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ എൽസി എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ തോർ ഹാമർ വരുന്നത്. ഇത് ഡ്രിഫ്റ്റ് ചെയ്യാൻ നല്ല ഫീൽഡാണ്, പക്ഷെ ചെളി പറ്റും. അപ്പം ന്യൂ അപ്ഡേഷനിൽ വന്നതാണെന്ന് തോന്നുന്നു. എപ്പോൾ വണ്ടി എടുത്ത് ഡ്രിഫ്റ്റ് അടിച്ചാലും ഡർട്ടിലൊക്കെ അപ്പം ചെളി ഉറപ്പാണ്. അയ്യോ, വണ്ടി കണ്ട് ഈ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോർ ഹാമർ വരുന്നത്. ശരിക്കും തോറിൻ്റെ ഹാമറാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നീ അതിൻ്റെ അടുത്ത് മാറി നിൽക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ അടുത്തത് പെന്നിവേഴ്സ് കേവാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ റോഡ് അറിയത്തില്ല. റോഡൊക്കെ തപ്പി പിടിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. A few moments later. അപ്പോൾ ഗൈസ്, പെന്നിവേഴ്സ് കേവ് പോകുന്നതിന് മുമ്പ് ഇവിടെയായിട്ട് വേറൊരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ടെന്ന് കേട്ടു. കറക്റ്റ് ഇവിടെ ആയിട്ടാണോന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ എവിടെയായിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ, ജസ്റ്റ് പോയി നോക്കാമെന്ന് മാത്രം. ആ ഗൈസ്, ഇവിടെ ആയിട്ട് തന്നെയാണ്. ഇതാണ് കേട്ടോ ഗൈസ് ആ സീക്രട്ട് ലൊക്കേഷൻ വരുന്നത്. കുറേ നാൾക്ക് മുമ്പുള്ള അപ്ഡേഷൻ വന്നാ, പക്ഷേ എൻ്റെ കൂടെയുള്ളവന്മാർ ഇതിപ്പോഴാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. അടാ, എൻ്റെ കയ്യിലാണ്. നീ എന്താ പറയുന്നത്? എൻ്റെ കയ്യിലാണ് കീ ഇരിക്കുന്നത്. വാടാ, കള്ളത്തിന് ചുമ്മാട് തട്ടിയിട്ടേക്കുക അല്ലടാ. അപ്പോൾ ഗായ്സ്, അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പെന്നിവേഴ്സ് കേവ്. അത് ഉറപ്പിച്ച് പറയാൻ കാരണമായിട്ട് വേറെ ലൊക്കേഷൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ പെന്നിവേഴ്സ് കേവിലേക്ക് പോയിട്ട് കാണാം. A few moments later. അപ്പോൾ ഗായ്സ്, ചെറിയൊരു സീൻ കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ ഡാഷിലെ ലൈറ്റൊക്കെ തെളിഞ്ഞ് കത്തി അമർന്ന് നിൽപ്പുണ്ട് വണ്ടി. അപ്പോൾ വണ്ടി നാളെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊടുക്കണം. അപ്പോഴത്തേനും വണ്ടി സെറ്റായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ടോ ട്രക്ക് വെച്ചിട്ടുണ്ട്. ടോ ട്രക്ക് വരുമായിരിക്കും. അപ്പം അതിൻ്റെ കൂട്ടുകാരനാവും വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ ഇവന്റെ വണ്ടി കയറി പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഇപ്പം എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാം. ഇവിടെ പെന്നിവേഴ്സ് ഇവിടെ അടുത്താണ്, പക്ഷേ ഇന്നിപ്പോ പോവാൻ പറ്റിയില്ല. അപ്പം ഇവന്റെ വണ്ടി പോവാന്ന് വിചാരിക്കുന്നു. A few moments later. ഞങ്ങൾ CW എത്തിക്കഴിഞ്ഞിട്ട് കാണാം. കാർ വാഷ് എത്തിക്കഴിഞ്ഞിട്ട് കാണാം.
കണക്കിന് പലതും നമ്മള് നമ്മുടെ ഇടയ്ക്ക് പടപെട്ടി പിടിക്കാൻ എന്താണ് ചങ്ങായി ഇപ്പൊ മലബാറില് വമ്പുള്ള ചെന്നായി തറവാട്ടില് നടന്ന ദുനിയാവില് പലതും ഇപ്പൊ പറയാനെ കടലാസില് നേരാ കണക്കിന് കായ് വരും ചേല ചവന്നുള്ള തോഴികളും പായാറുകളും ഏഴുലകം കീഴെ വരും കല കൊണ്ട് മറയും വണ്ണത്തിന്റെ വരവ് തിരിച്ചോണ്ട് പലരും അടുത്തത് പതിയെ കനലിന് പുറമെ ചുവടുകളമരെ ഭയമിതു മറയെ കല കൊണ്ട് മറച്ചത് പലത് കൊണ ചെറു ചിലര് മലനാട്ടില് പൊരുതണ മുതല് മനമതു തകരാതെ പൊരുത് പണത്തിന്റെ മണമെടുക്കുമ്പോൾ പറവയെ ചിറകടിച്ചടുപ്പത്തിടും അത് കണ്ണിന് കൊതി